ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിൽ നമ്മൾ പല ആളുകളും നല്ല സ്റ്റാറ്റസ് എല്ലാം ഇടുന്നത് കാണാറുണ്ട്. ഇത്തരത്തിൽ പല വീഡിയോസ് അല്ലെങ്കിൽ പല ഇമേജസ് എല്ലാം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും വീഡിയോ അല്ലെങ്കിൽ പിക്ചർ എല്ലാം നമ്മുടെ സ്റ്റാറ്റസായി അപ്ഡേറ്റ് ചെയ്യണമെന്നെല്ലാം തോന്നാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ സുഹൃത്തിന് മെസ്സേജ് അയച്ച് ആ ഒരു വീഡിയോ അയച്ചു തരുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്ത് ഈ സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുകയാണ് ചെയ്യാറ്. എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് ഇത് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസായി യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് വാട്സപ്പിലെ ഈ ഒരു സ്റ്റാറ്റസ് നമ്മുടെ സ്റ്റാറ്റസായി വയ്ക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റാറ്റസ് വന്നിരിക്കുന്നത് കാണാം. ഇത് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് ഇവിടെ പ്ലേ ആകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന ഈ ഒരു സ്റ്റാറ്റസ് ഇത് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസായി ഇടണമെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്ന് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലുള്ള ഫയൽ മാനേജർ എന്ന ഓപ്ഷനിൽ പോവുക. ഫയൽ മാനേജർ നിങ്ങളുടെ ഫോണിലില്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത്തരത്തിൽ ഫയൽ മാനേജർ എന്നതിൽ പോയതിന് ശേഷം നിങ്ങൾക്കിവിടെ ഈ റൈറ്റ് സൈഡിലായി ഒരു 3 ഡോട്ട് വന്നിരിക്കുന്നത് കാണാം. ചില ഫയൽ മാനേജറിൽ ഇത് ലെഫ്റ്റ് സൈഡിലെല്ലാം വരാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ വന്നിരിക്കുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇത്തരത്തിൽ സെറ്റിംഗ്സ് എന്നതിൽ പോകുമ്പോൾ ഇവിടെ മുകളിലായി നിങ്ങൾക്ക് കാണാം ഹിഡൻ ഷോ ഫയൽസ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ, അതായത് ഷോ ഹിഡൻ ഫയൽസ് എന്നത് ജസ്റ്റ് നമ്മൾ ഓൺ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഇത് ഓഫായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ ടാപ്പ് ചെയ്ത് ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ ബാക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു സ്ക്രീനിൽ ഇവിടെ ഒരു ബോക്സ് ഐക്കൺ വന്നിരിക്കുന്നത് കാണാം. ഈ ഒരു ബോക്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. അതായത് കുറേ ബോക്സസ്, ഇവിടെ പലവിധ ഡോക്യുമെൻറ്റ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് പോകേണ്ടത് വാട്സപ്പ് എന്ന ഒരു ഡോക്യുമെൻറ്റിലാണ്. അതായത് ഈ വാട്സപ്പ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമ്മൾ മീഡിയ എന്ന ഓപ്ഷനിൽ പോകാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. അതായത് ഇവിടെ രണ്ടാമതായി വന്നിരിക്കുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്ന സ്റ്റാറ്റസ് എല്ലാം ഇവിടെ ഡൗൺലോഡ് ആയിരിക്കുന്നത് കാണാം. അതായത് ഈ ഒരു ഭാഗത്ത് ഇത് സ്റ്റോർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട സ്റ്റാറ്റസ് കാണണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസായി കണ്ടിരിക്കുന്ന ഫോട്ടോസ് ഇതെല്ലാം ഇവിടെ സേവ് ആയിരിക്കുന്നത് കാണാം. ഇത്തരത്തിൽ ഇവിടെ സേവ് ആയിരിക്കുന്ന സ്റ്റാറ്റസിൽ നിന്നും ഏത് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ആണ് നിങ്ങളുടെ വാട്സപ്പിലെ സ്റ്റാറ്റസായി ഇടേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ചെയ്യാനെല്ലാം സാധിക്കും. ഇവിടെ സെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇത് നമുക്ക് സേവ് ചെയ്യാം. ഇപ്രകാരം സേവ് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസായി എല്ലാം ആഡ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്